ലോഡ് മക്കളെ, ഇന്നത്തെ സന്ദേശം ഒരു വിത്ത് നമ്മുടെ ഉള്ളത്തിൽ വീണാതിൽ അതെങ്ങനെയാണ് വളരുന്നത്, ആ കൃപ എങ്ങനെയാണ് നമ്മുടെ ഉള്ളത്തിൽ വർദ്ധിക്കുന്നത്. ഹോശയുടെ പുസ്തകം 14-ാം അധ്യായത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് ടു യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായവും കൂടെ കണക്ട് ചെയ്തായിരിക്കും നമ്മുടെ ഈ മെസ്സേജ്. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജാണ്. കാരണം എങ്ങനെ ഒരു വ്യക്തിക്ക് വളരാൻ സാധിക്കും. നമ്മളൊക്കെയും ഫോൾസിലേക്ക് ഒത്തിരി മെസ്സേജസ് ഒക്കെ കേട്ട് നമ്മളൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയായിരിക്കാം. പക്ഷേ ആ ഡ്യൂ ഉണ്ടല്ലോ, ആ ഒരു മഞ്ഞ് നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ ആ എത്ര ഡ്രൈ ആയിട്ടിരിക്കുന്നതാണല്ലോ, എസെക്കിയേൽ 37 പോലെ എത്ര ഡ്രൈ ആയിട്ടിരിക്കുന്ന, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട് ഒന്നുമേ ഇല്ല, ദൈവസാന്നിധ്യമേ അനുഭവിക്കാൻ പറ്റാതിരിക്കുന്ന, ദർശനമില്ലാതിരിക്കുന്ന, വാക്തത്വമില്ലാതിരിക്കുന്ന, ഹോപ്പ്ലെസ് ആയിട്ടിരിക്കുന്ന, ഓരോ ദൗത്യത്തിലേക്ക് ഇറങ്ങേണ്ട വിശ്വാസിയായ സോൾജിയേഴ്സിനുള്ള മെസ്സേജാണിത്. നിങ്ങളിത് അവസാനം വരെയും കേൾക്കണം. കാരണം ഈ 2-3 ദിവസത്തേക്കുള്ള എപ്പിസോഡുകൾ ഇതിനെ കണക്റ്റഡ് ആയിട്ട് ഈ ഒരു വളർച്ചയെക്കുറിച്ച്. കാരണം നമ്മുടെ ഉള്ളത്തിൽ വന്ന സീഡ് എങ്ങനെയാണത് വളരുന്നത് നമുക്കറിയില്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളത്തിൽ സീഡ് വീണു, വചനമെന്ന വിത്ത് വീണു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇനി എങ്ങനെ വളരണം എന്നറിയില്ല. ആ വളർച്ച ഓരോ എക്സാമ്പിളുകളിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 15 കണക്ട് ചെയ്ത് ഹോശിയ ചാപ്റ്റർ 14 5 തൊട്ട് 9 വരെയുള്ള വേഴ്സസിനെ എങ്ങനെയാണ് നമുക്കൊരു ലബാനോൻ പോലെ തഴച്ചു വളരുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സോ ഇതുപോലെയുള്ള ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ഈ ജേർണി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ അതേ മക്കളെ, നെവർ ഗിവ് അപ്പ്, ലെറ്റ്സ് ഗോ. 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഹോശിയ ചാപ്റ്റർ 14 വേഴ്സ് 5. ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരുന്നു. സോ മഞ്ഞ് അതിലേക്ക് വരുമ്പോൾ താമര പോലെ പൂത്ത്, താമര കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ലബാനോൻ വനം പോലെ വേരുന്നു. എന്താണ് ഈ താമരയുടെ ഒരു പ്രത്യേകത? ഓരോ വാക്യത്തിലൂടെ നമുക്ക് ആഴത്തിലേക്ക് പോകാം. താമരയുടെ പ്രത്യേകത എന്താണ്? അത് പൂത്ത് കഴിഞ്ഞാൽ ലബാനോന്റെ വനം പോലെ വേരുന്നു എന്ന്. നമുക്കറിയാം, താമര ചെളിയുള്ള വെള്ളത്തിലാണ് വളരുന്നത്. അത് ഏത് വെള്ളത്തിലും വളരും. പ്രത്യേകിച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയുള്ള കുളത്തിലൊക്കെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് താമരയൊക്കെ വളർന്നു നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ ഭയങ്കര ശുദ്ധവും മനോഹരവുമായ നീറ്റായിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള, ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും അതിൻ്റെ ഫ്ലവേഴ്സ്. പക്ഷേ അത് ചെളിയിലാണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു ദൈവ പൈതലും. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയ പുത്രന്മാരും പുത്രിമാരുമാണ്. നമുക്ക് നഷ്ടപ്പെട്ടതിനെ നമുക്ക് തിരിച്ചു തന്നു. 17-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രിമാരും പുത്രന്മാരും ആയിരിക്കും. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപിട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി. ദാറ്റ് മീൻസ് നമ്മളായിരിക്കുന്നത് ബിലീവേഴ്സ് ലീവ് ഇൻ എ സിൻഫുൾ വേൾഡ് ബട്ട് ആർ കോൾഡ് ടു ബി ഹോളി. ലോട്ടസ് നമ്മളെ കാണിക്കുന്നു, താമര നമ്മളെ കാണിക്കുന്ന ഒരു ചെളിയിലാണത് നിൽക്കുന്നത്. പക്ഷേ അത് ക്ലീനായിട്ട് അതിൻ്റെ പുറത്ത് വരുന്നത്. അപ്പം ചെളിയുള്ള ഈ ഒരു നിറഞ്ഞിരിക്കുന്ന ലോത്ത് ജീവിച്ച് കാണുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമുക്ക് അവിടെയും ഹാനോക്കിനെ പോലെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഈ വചനത്തിലൂടെ ഈ ലോട്ടസിനെ നമുക്ക് ദൈവം കാണിച്ചു തരുന്നത് ഉപമയായിട്ട്. ഇനി പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ എസെക്കിയേൽ 36:26 പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, ആ ചെളിയായിരിക്കുന്ന അതിൽ നിന്നും ബ്യൂട്ടി ഫ്രം ആഷസ്. ഈ ലോകം അത്രമാത്രം കറ പുരണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. പക്ഷെ അതിൻ്റെ അകത്തുനിന്നാണ് ഒരാളെ ദൈവം റിന്യൂഡ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്, പഴയ ജീവിതം മാറ്റി ഒരു പുതിയ ജീവിതം നമുക്ക് തരുന്നു ദൈവം. സോ അതുകൊണ്ട് ഓരോ സ്ട്രഗിൾസും, ഓരോ പ്രതികൂലങ്ങളും നമ്മളിപ്പോൾ 24 hours നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ ആരോടും പറയാതെ ടെസ്റ്റ് മണിയായിട്ട് പറഞ്ഞോ, മറ്റൊരാളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറഞ്ഞോ, അപ്പോഴും നമ്മുടെ ഹൃദയത്തെ നോക്കണം, നമ്മൾ എന്തിനാണത് പറയുന്നതെന്ന്. നമ്മൾ ഓരോന്നും പറയുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമുക്കിപ്പോൾ എത്രമാത്രം ദൈവമായിട്ട് ബന്ധമുണ്ട്. സോ ലോട്ടസ് നമ്മളെ കാണിക്കുന്നത്, താമര നമ്മളെ കാണിക്കുന്നത്, പ്രയാസങ്ങൾ പോലും ദൈവം അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായി പ്രയോജനപ്പെടുത്തും. ഓൾ തിങ്സ് വർക്ക് ടുഗെദർ ഫോർ ഗുഡ്. റോമൻ ചാപ്റ്റർ 8 വേഴ്സ് 28 പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുമെന്ന്. സോ ഇതാണ് ഹോശേയുടെ പുസ്തകം 14 അധ്യായത്തിൽ ആ റൂട്ട് അൺസീൻ ആണ്, അത് ചെളിയിലാണ് നിൽക്കുന്നത്. നമ്മളും നിൽക്കുന്നത് ഈ ഭൂമിയിലാണ്. പക്ഷേ ദെൻ ബ്ലോസം അപ്പിയേഴ്സ്, അതിൻ്റെ ഇതളുകൾ, അതിൻ്റെ പൂ വിരിയുമ്പോൾ ആർക്കും പറയാൻ പറ്റത്തില്ല ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന്. അതിനെ പറിച്ച് നമ്മൾ പുറത്തോട്ടെടുക്കുമ്പോഴായിട്ട് ചെയറെല്ലാം കൂടെ വരുന്നത് പല അമ്പലങ്ങളുടെ സൈഡുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ സ്റ്റെമ്മ് ഹിഡൻ ആയിരിക്കും, ആർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ബ്യൂട്ടി പുറത്തേക്ക് വരുമ്പോഴാണ്. സോ ഇതാണ് ബ്യൂട്ടി ഫ്രം ആഷസ്. മറഞ്ഞിരിക്കുന്നതാണ് വേര്, പക്ഷെ പുറമേ നോക്കുമ്പോൾ ഭയങ്കര മനോഹരമാണ്. അതാണ് ഒരു ഭക്തന്റെ ജീവിതം. കുറച്ചുകൂടെ ആഴത്തിലേക്ക് പറയുകയാണെങ്കിൽ, പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ വസ്ത്രം അവർ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ വസ്ത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അപ്പം ചണനൂല് കൊണ്ടാണ് അവർക്ക് ഇത് നമുക്ക് കാണാൻ പറ്റില്ല, അവിടെയുള്ള ആർക്കും കാണാൻ പറ്റത്തില്ല. അത് അര തുടങ്ങി തുട വരെ എത്തണം. അഹരോനും അവൻ്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്ന് മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. അവനും അവൻ്റെ സന്തതിക്കും അത് എന്നേക്കുമുള്ള ചട്ടമായിരിക്കും. ഇതേപോലെ തന്നെയാണ് ന്യൂ കവനന്റിലുള്ള കൃപായുഗത്തിലുള്ള നമുക്ക് മണവാട്ടികൾക്കുമുള്ള ഇതേ പാറ്റേൺ തന്നെയാണ്. നമ്മൾ അങ്ങനെ ഫിസിക്കലായിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കേണ്ട, പക്ഷെ നമുക്കും ചേറിൻ്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഈ ബ്യൂട്ടി ഫ്രം ആഷസ്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നമ്മൾ സൗരഭ്യവാസനയാകുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ വായിച്ചത് പുറപ്പാട് പുസ്തകം 28 അധ്യായത്തിൻ്റെ 42 മുതലുള്ള വാക്യങ്ങളാണ്. ഈ ചണനൂൽ കൊണ്ടുള്ള കാൽച്ചട്ട എന്ന് പറഞ്ഞത് 2 കൊരിന്ത്യർ 2 അധ്യായത്തിൻ്റെ 15 വാക്യം. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 15. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. ഇനി ഹോശേയ 14:5 പറയുന്നു, ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരുന്നു. അപ്പൊ താമരയുടെ കണക്ക് പൂത്തിട്ട് ഇനി ലബാനോൻ വനം പോലെ എങ്ങനെയാണ് വേരൂന്നുന്നത്? ലബാനോൻ എന്ന് പറഞ്ഞാൽ സിഡാർ ട്രീസ്. അത് ഭയങ്കര ടോൾ ആയിരിക്കും, വെരി ടോൾ, പക്ഷെ വെരി സ്ട്രോങ് ആയിരിക്കും, ശക്തിയുള്ളതായിരിക്കും. അതിന് ലോങ് ലൈഫാണ്. അത് 100-ൽ കൂടുതൽ വർഷം ജീവിച്ചിരിക്കും ലബാനോനിലെ ട്രീസ്. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഡീപ്പായിരിക്കും, ഭയങ്കര ഡീപ്പായിരിക്കും. ഈ ലബാനോനിലെ ദേവദാരുവിൻ്റെ ഈ റൂട്ട് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഭയങ്കര കാറ്റായിരിക്കും ഈ ലബാനോനിലെ ദേവദാരുവിന് കൊള്ളുന്നത്. അത് നീളത്തിലിങ്ങനെ മേലോട്ട് പോയിട്ട് ഭയങ്കര കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ വളഞ്ഞു ആ കാറ്റിൽ വളഞ്ഞിട്ട് അത് തിരിച്ച് പിന്നെ റിവേഴ്സിൽ നേരെ വരും. അപ്പോഴതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടലുണ്ടാകും സ്കിന്നിന്. ആ ഏരിയയിൽ നിന്നാൽ ഭയങ്കര മണമായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഈ വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദൈവ പൈതൽ, ഒരു ശുശ്രൂഷ ചെയ്യുന്ന ദൈവ പൈതൽ നമ്മളെ ഒന്ന് ശോധന ചെയ്താട്ടെ. ഈ നിമിഷം എന്നെ കേൾക്കുന്ന, പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിലും പഴയ ആളുകളാണെങ്കിലും, ദയവായി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താട്ടെ. നിങ്ങളൊരു ദേവദാരു ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റടിക്കുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, നമ്മളൊരു ആ റൂട്ട് അനങ്ങുന്നില്ല, റൂട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിലാണ് നിൽക്കുന്നത്, പക്ഷെ ട്രീ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ തിരിച്ചു വരുമ്പോഴും മുറിവുണ്ട്, പക്ഷെ അതും ഒരു സൗരഭ്യവാസന, അതും മറ്റൊരാൾക്കൊരു എൻകറേജ്മെൻറ്റ്, മറ്റൊരാൾക്ക് നമ്മളിലൂടെ ചവിട്ടിക്കയറാനുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെയാണോ നമ്മുടെ ജീവിതം? ഒന്ന് ശോധന ചെയ്ത എല്ലാവരും. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഉണ്ടെങ്കിൽ, ദൈവവുമായിട്ടുള്ള കറക്റ്റ് നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ വേറെ ഒന്നും നമുക്ക് ആഗ്രഹമില്ല. നമ്മളൊരു ബൈബിൾ കോളേജിലും പഠിച്ച് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യേണ്ട. ഇത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ അവൻ അറിയാം നമ്മളെ എങ്ങനെ വളർത്തണമെന്ന്. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടും, ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ പോഷത്വം അത്രയെന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ 1 പറയുന്നത്. അപ്പം നമ്മൾ ഡീപ്പ് റൂട്ടാകുന്നത് അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. അത് ഈസിലി മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് ജനറേഷൻ നിൽക്കേണ്ടതാണ്. അപ്പം
ഒരു റൂട്ട് അത് ഭയങ്കരമായിട്ട് സ്പ്രെഡാകും. മുളയുടെ വേര് ഭയങ്കരമായിട്ട് സ്പ്രെഡാവുന്നത്, പിന്നെ ഒരിക്കലും അത് താഴെ വീഴത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളെ ഒരു വളർന്ന് പെട്ടെന്ന് താഴെ വീഴുന്ന ഒരു ചെടി പോലെ ഒരു വിശ്വാസിയെന്ന് ആക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ സീഡ് നമ്മുടെ ഉള്ളത്തിൽ വീണെങ്കിൽ അത് അളിഞ്ഞ് ചൂടുകൊണ്ട് അതിൻ്റെ അകത്തൊരു വേരുണ്ട്, അതിൻ്റെ അകത്തൊരു സ്റ്റെമ്മുണ്ട്, അതിൻ്റെ അകത്ത് ഇലകളുണ്ട്, അതിൻ്റെ അകത്ത് ഫ്രൂട്ട് ഉണ്ടാകണം. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അതിന് നമ്മളെ സഹായിക്കുന്ന ദൈവമായിട്ടുള്ള ബന്ധമാണ്. ആ ക്രൂശ് ചുമക്കാതെ അവനുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനാ ജീവിതം, ദർശനമുണ്ടായിരിക്കണം, വചനധ്യാനം ഉണ്ടായിരിക്കണം. നമ്മുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണ് ഒരു ദിവസത്തിൽ? ഇതെല്ലാമാണ് അതിന് ഇമ്പോർട്ടൻറ്റ്. വേരുറയ്ക്കാത്ത എല്ലാ ചെടികളും ഭയങ്കര സ്റ്റോം വരുമ്പോൾ വീഴും. പക്ഷേ ഈ സിഡാർ ട്രീ എന്ന് പറഞ്ഞാൽ, ലബാനോൻ എന്ന് പറഞ്ഞാൽ അതിനറിയാം ഇവിടെ ഭയങ്കര കാറ്റാണെന്ന്. അതുകൊണ്ട് അതിൻ്റെ വേര് ആദ്യം അങ്ങ് ഉറയ്ക്കും. പുറമേ നിൽക്കുന്നവർക്കൊന്നും കാണാൻ പറ്റത്തില്ല. പലരും നമ്മളെ കളിയാക്കും, ചെറിയ മീറ്റിംഗ്, ചെറിയ ഗ്രൂപ്പ്, ചെറിയ ആളുകൾ, ഇപ്പോൾ ആരും അറിയത്തില്ല, ഇങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞു തന്നിരിക്കാം. പക്ഷെ നെവർ ഗിവ് അപ്പ്. നമ്മുടെ നട്ട പിതാവിനറിയാം നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകേണ്ടതെന്ന്. ഹല്ലേലൂയ. സോ ലബാനോന്റെ മരങ്ങൾ എന്നേക്കും നിലനിൽക്കും. ഒന്ന് ആമേൻ പറഞ്ഞിട്ട് നമ്മളും അതുപോലെ തന്നെയാണ്. മറ്റുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ റിലേഷൻഷിപ്പ്. ഞാൻ 17 years ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. Those who wait upon God shall renew the strength. അവർ തളർന്നു പോകില്ല, ക്ഷീണിക്കുകയില്ല. കഴുകൻ തന്റെ ചിറകുകൾ പറിച്ചു കളയും 40 വർഷം കഴിയുമ്പോൾ. എന്തിനാണ്? റിന്യൂ ചെയ്യുകയാണ്. ആ പ്രോസസ്സിൽ പോകാൻ വിശ്വാസികൾ തയ്യാറാണോ? അങ്ങനെ പോകാത്തൊരു വിശ്വാസിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം സ്റ്റോംസ് വരുമ്പോൾ അവർ പേടിച്ചോടും. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ കണ്ടതാണ് ജഡ്ജസ് ചാപ്റ്റർ 11 ഇഫ്താഹിനെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. ഇഫ്താഹ് വേശ്യാപുത്രനാണെന്ന് പറഞ്ഞ് അവനെ ഓടിച്ചുവിടുകയാണ്. ദൈവം അവനെ കണ്ടിരുന്നു. അതുകൊണ്ട് അമ്മോന്യർ യുദ്ധം വന്നപ്പോഴേ അവനെ അവർ തിരിച്ചു വിളിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അപ്പോൾ വേരുറച്ചവനെ, അവൻ ആ മരുഭൂമിയിൽ കിടന്ന് അവനെ അഭ്യസിപ്പിക്കുകയായിരുന്നു ദൈവം. മോശനെ അഭ്യസിപ്പിക്കുകയായിരുന്നു, ദാവീദിനെ അഭ്യസിപ്പിക്കും. കാരണം നമ്മൾ പോകാനിരിക്കുന്നത് കുറുക്കന്മാരാണ്, ചെന്നായ്ക്കളാണ്. അതുപോലെ ഉള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലൂടെ വെളിപ്പെടണമെങ്കിൽ എഫേസ്യ ലേഖനം 4:11 മുതൽ പറയുന്നത് പോലെ അവൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപം, അവൻ്റെ തലയോളം നമ്മൾ വളരണം. എന്നുവെച്ചാൽ അവൻ്റെ തലയാവണമെന്നല്ല, ആ ദൈവത്തിൻ്റെ ക്യാരക്ടറിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കണം. സോ അതുപോലെ നമ്മൾ പ്രാക്ടിക്കലി അല്ല, സ്പിരിച്വലി നമ്മുടെ ആ ഒരു ഡിസേൺമെൻറ്റിലേക്ക് നമ്മൾ വരണം. എല്ലാത്തിലും അവനിൽ തന്നെ നമ്മൾ ആശ്രയിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്കത് മനസ്സിലായി? നമ്മളോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി നമ്മളല്ല, ക്രിസ്തുവത്തെ നമ്മൾ ജീവിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി ഞാൻ മരിച്ചു. ഇനി നമ്മൾ കൃപയിലാണ് വസിക്കുന്നത്. ഇതിൻ്റെ സിസ്റ്റം വേറെയാണ്. എന്തുവാണ്? ഇത് ആശ്രയിക്കുന്നതാണ്. ഞാൻ ജീവനോടുകൂടെ. സോ ഗലാത്യ ലേഖനം 2:20-19 മുതൽ വ്യക്തമായി പറയുന്നു, നമ്മൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു, ഇനി കൃപയ്ക്ക് അധീനമാവുകയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എപ്പോഴും ഒരു വിശ്വാസി മനസ്സിലാക്കണം. നമ്മുടെ പ്രാക്ടിക്കൽ എന്താ പറയുക, നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല, ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം. എത്ര പേര് ആമേൻ പറയും? കാരണം നമ്മൾ ഇശ്മായിലിനെ അല്ല പ്രതീക്ഷിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ട്. ദൈവം വാഗ്ദത്തം നമ്മളോട് പറഞ്ഞെങ്കിൽ മിണ്ടാതെ ഇരിക്കണം, പാനിക് ആകരുത്, പെട്ടെന്ന് ഓടരുത്. ആ റിവർ സ്ലോ ആണ് പോകുന്നത്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി എത്ര പേർക്ക് കാത്തിരിക്കാൻ പറ്റും? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അബ്രഹാമിനോട് 25 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സമയം പറഞ്ഞില്ല എത്ര വർഷമാണെന്ന്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, തരുമെന്ന് പറഞ്ഞു, മണൽത്തരി പോലെ നിന്റെ മക്കൾ വളരുമെന്ന് പറഞ്ഞു, ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ വിശ്വസിച്ചു. പക്ഷേ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. പകുതിയായപ്പോഴത്തേക്ക് ഇഷ്മായിലിനെ ജനിപ്പിക്കേണ്ടി വന്നു. അത് മാനുഷികമായ അവരുടെ വിഷമം കൊണ്ട് വന്ന കുഞ്ഞ. പക്ഷേ വാഗ്ദത്ത സന്തതി ആരാണ്? ഇസഹാക്കാണ്. ഇതുപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലേക്കുള്ള വിശ്വാസത്തിൽ അത്രയും ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാക്കുന്നില്ല, വ്രതമാക്കുന്നില്ല. ന്യായപ്രമാണത്തിൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയില്ലയോ? സോ നമ്മൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസം വരുമ്പോഴാണ് നമ്മളുടെ മൈൻഡിൽ ചില കുരുട്ടുബുദ്ധികൾ വരാതിരിക്കുന്നത്. ജസ്റ്റ് സറണ്ടർ യുവർ സെൽഫ് ഇപ്പോൾ തന്നെ.
പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിധേയപ്പെടുക. കാരണം നിങ്ങൾ മരിച്ചിരിക്കുകയാണ്. നിങ്ങളല്ല ഇനി പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് വയ്ക്കുക, ആരാധിക്കുക, സ്തുതിക്കുക, അവന് സ്തോത്രം ചെയ്യുക, നന്ദി കരയറ്റുക. എന്നിട്ട് ഫോക്കസ് നിങ്ങളുടെ എവിടെയാണ്? ക്രൂഷ്യലായിരിക്കണം, എറ്റേണൽ ലൈഫായിരിക്കണം, അനേകര് തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നതായിരിക്കണം. ബാക്കി കർത്താവ് എംപവർ ചെയ്യും, നമ്മളെ ഒരുക്കും. ഒരു വാക്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അല്ല, ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഡെഡ് ബോഡിക്ക് അനങ്ങാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം നമ്മൾ മരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കാനും പാടുള്ളൂ. ജഡം നമ്മുടെ ഒത്തിരി പറയും, പക്ഷെ ആത്മാവ് കൊണ്ട് ജഡത്തെ ജയിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ. ആത്മാവ് കൊണ്ട് ജഡത്തെ ജയിക്കാൻ ഒരു ദൈവ പൈതലിന് പറ്റിയാൽ അവിടെയാണ് നമ്മുടെ വിക്ടറി ഇരിക്കുന്നത്. ഹല്ലേലൂയ. ലെബാനോൻ്റെ വേരിനെ കുറിച്ച് പറയുവാണെങ്കിൽ യോഹന്നാൻ 15:5 പറയുന്നു, വിത്തൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടോ? വൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സോഴ്സാണ്. ലെബാനോൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് സ്റ്റെബിലിറ്റി ഇൻ ദാറ്റ് ലൈഫ്. സോ യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ വൈനാണ്, മുന്തിരി വള്ളിയാണ്. അപ്പം ലെബാനോനിലെ വേര് പോലെ എന്ന് പറയുമ്പം ആ മുന്തിരിവള്ളിയാണ് ജീവൻ നൽകുന്നത്. അല്ലാതെ അതിൻ്റെ കൊമ്പുകൾക്കോ അല്ലാതെ അതിൻ്റെ ബ്രാഞ്ചസിനോ അതിൻ്റെ ഫ്രൂട്ടിനോ അതിൻ്റെ പൂക്കൾക്കോ ഒന്നുമല്ല ജീവൻ അത് വള്ളിയിൽ നിന്ന് പ്രാപിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മെയിൻ ബ്രാഞ്ച് ഏതാണ്? മെയിൻ എന്ന് പറയുന്നത് മുന്തിരി വള്ളിയാണ്. അവിടെ നിന്നുമാണ് ഇവർ പ്രൊഡക്ഷനിലേക്ക്. വേറെവിടെയാണോ റൂട്ടായിരിക്കുന്നത്, ഇലയ്ക്കും കൊമ്പിനും പൂക്കൾക്കും ഭംഗി ഭയങ്കരമാണ്, പക്ഷെ അതിൻ്റെ സോഴ്സ് വരുന്നത് വേറെ ഒരു സ്ഥലത്തു നിന്നല്ലേ. ഇതുപോലെ തന്നെയാണ്. സോ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് നോക്കുമ്പോൾ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, മുന്നമേ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ദ ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി നമുക്കറിയാവുന്നതായിരിക്കാം. പക്ഷെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് ഈ ഒരു മെസ്സേജ് ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു സീഡെന്ന് പറയുമ്പോൾ ഈ ഔട്ടർ കോർട്ടാണ്. ഈ ഔട്ടർ കോർട്ടിൽ വിത്ത്, ഓക്കെ, നമ്മളൊരു വിത്ത് ഇടുകയാണ്. അത് വേരുണ്ടാകണം. ഇനി അത് ഹോളി പ്ലേസ് എന്ന് പറയുമ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഈ പ്രാകാരത്തിൽ ചില പ്രോസസ്സുകൾ നടക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതികൂലങ്ങൾ, നമ്മുടെ കരച്ചിൽ, നമ്മുടെ കൺഫ്യൂഷൻ, നമ്മുടെ ആൻസൈറ്റി, നമ്മുടെ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചത്, എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പ്രാകാരത്തിൽ കൊണ്ടുവരണം. അവിടെയാണ് ഈ വിത്തിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. എവ്രി ഡേ ഇത് നടക്കണം. അപ്പം ഒരു എക്സാമ്പിൾ പറയാണ്, ഈ ഒരു പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്തെ വെച്ചിട്ട്. അപ്പം നമ്മൾ അവിടെ കൊണ്ടുവരുമ്പോൾ ആ കറക്റ്റ് പ്ലേസിലാണ് ഈ സീഡ് ഇരിക്കുന്നത്. ആ സീഡിന് ഈ ചൂടുകൾ ഏൽക്കാൻ തുടങ്ങും. ഈ പ്രശ്നങ്ങളും പ്രതികൂലം, നമ്മുടെ എല്ലാ വൈകാര്യങ്ങളും അവിടെ നമ്മൾ ഷെയർ ചെയ്യുകയാണ് കർത്താവിനോട്. അത് മലയാളത്തിൽ പറഞ്ഞോ, നിങ്ങൾ എങ്ങനെ വേണേലും പറഞ്ഞോ, ബട്ട് ദെൻ നമ്മുടെ കൺട്രോൾ പോകും. ദാറ്റ് ഈസ് ദ ഹോളി പ്ലേസ്. റൂട്ട് ഗ്രോസ് ഡീപ്പ്. ആ റൂട്ട് സീഡിന് പോലും അറിയത്തില്ല അതിനകത്തൊരു റൂട്ട് ഉണ്ടെന്ന്. ബ്ലിക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് പൊട്ടിയിട്ട് പുറത്തേക്ക് അതിൻ്റെ വേര് ഒന്ന് ഫോം ആകുന്നത് താഴേക്ക്. എന്നിട്ട് അത് സ്റ്റേബിൾ ആകാൻ നോക്കുകയാണ് ആ റൂട്ട്. പിന്നെ അതിനെ ഇളക്കാൻ പറ്റത്തില്ല. നമ്മളെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മുടെ ആത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവ് കണക്റ്റഡായി അങ്ങ് കൺട്രോൾ ഏറ്റെടുക്കും. ഇതാണ് ഒരു ദൈവത്തിൻ്റെ യഥാർത്ഥമായ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, യൂണിയൻ എന്ന് പറയുന്നത്. ഇതില്ലാത്ത ഒരു സ്റ്റെബിലിറ്റി ക്രിസ്ത്യൻ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എത്ര ഫേമസ് ആയാലും നമുക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത്? നമ്മൾക്ക് മനുഷ്യനുള്ളതാണ് അഹങ്കാരവും ആൻസൈറ്റിയും ഷോ ഓഫും. ഇത് മനുഷ്യൻ്റെ ഉള്ളത്തിൽ വരുന്നത്. അതുപോലെ ഭയങ്കര ഗോപുരമൊക്കെ ഉണ്ടാക്കിയിട്ട് ദൈവത്തിനെ തകർത്ത് കളഞ്ഞത്. മനുഷ്യൻ്റെ ഉള്ളത്തിൽ എന്തൊക്കെയാണുള്ളത്? പക്ഷെ കൺട്രോൾ, ദൈവത്തിൻ്റെ സന്നിധി, ഇതെല്ലാം ഭോഷത്വമാണ്. എത്ര സ്പേസിൽ പോയെന്ന് പറഞ്ഞാലും, എത്ര ചന്ദ്രനിൽ പോയെന്ന് പറഞ്ഞാലും, മനുഷ്യന് ജീവിക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഭൂമിയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ദൈവം നമ്മളുടെ നിന്നും ആഗ്രഹിക്കുന്നത് ഭയങ്കരമായിട്ട് വളർന്നിങ്ങനെ അങ്ങ് നിൽക്കാനല്ല, ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ. നമ്മുടെ ആഗ്രഹം അതൊക്കെയാണ്. പക്ഷെ ആദ്യം വേണ്ടത്, അപ്പോൾ ഓർത്തോണം, ഒരു സ്റ്റോം ഉണ്ടെന്ന്, ഒരു ഡിസാസ്റ്റർ, ഒരു വോൾക്കാനോ, ഭയങ്കര പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് ഓർത്തോണം. കാരണം ഇത് ആത്മീയ ജീവിതമാണ്, ഇത് ആത്മമണ്ഡലത്തിലുള്ള പ്രശ്നങ്ങളാണ്. നമുക്കറിയത്തില്ല അൺസീൻ വേൾഡിൽ എന്തൊക്കെയാണ് നമ്മളെ മറിഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യമേ ഈ ദൈവത്തിന് നിന്നെ വേഗത്തിൽ അങ്ങ് ഫ്രൂട്ടായി വളരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കാത്തിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ, അവനിൽ നിന്നും പ്രാപിച്ചെടുക്കണം. പരിശുദ്ധാത്മാവിനോട് ഇത് എഫേർട്ടാണ്, ഇത് സമയമെടുക്കും. അപ്പം ലെബാനോൻ്റെ ദേവദാരു വൃക്ഷം പോലെ
നമ്മൾ ആഴത്തിൽ വളരാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. യെശയ്യാ 14:5 വാക്യത്തിലൂടെ നമ്മളെ ദൈവം ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വരുന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പം ഇസ്രായേലിനെ കുറിച്ച് ഇത് പറയുമ്പോൾ അവരെ ആർക്കും നശിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു ഗോത്രം ശേഷിച്ചിട്ടുണ്ട്. എത്ര നശിപ്പിച്ചില്ല, എത്ര അവർ പരദേശത്ത് പാർത്താലും ദൈവത്തിൻ്റെ കരമാണ് അവരുടെ മേലിൽ മഞ്ഞ് പോലെ ഇരിക്കുകയാണ്. ആ ഡ്യൂയിലൂടെ എത്ര മരിച്ചാലും, എസെക്കിയേൽ 37 അതൊക്കെയാണ്. എത്ര സ്കാറ്റേഡ് പോണാലും, എത്ര മരിച്ചതാണെങ്കിലും ദൈവം ഇതിലെ നിന്നോടുള്ള വാക്തത്വം അത് ജീവിക്കും നിശ്ചയമേ. ആർക്കും അത് തകർക്കാൻ പറ്റത്തില്ല. അവൻ ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ആ പാട്ടിൻ്റെ 2 വരിയാണ്, യേശു ഒരു വാതിലടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. യേശു ഒരു വാതിലടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിലടച്ചിടുമേ. യേശു ഒരു വാതിലടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. എൻ്റെ ഒരു സാക്ഷ്യം പറയുവാണെങ്കിൽ, ആദ്യ സമയങ്ങളിലൊക്കെ ഈ ഹസ്ബൻഡിൻ്റെ ഈ വിഷയം പിന്മാറ്റത്തിലെ പല ദേവദാസന്മാർ 5 വർഷത്തിന് ഓടിയിട്ടുണ്ട്. ഒറ്റ മനുഷ്യർക്ക് ഒരു ക്ലാരിറ്റി പറയാൻ പറ്റിയിട്ടില്ല. അവസാനം കർത്താവിനോട് പറഞ്ഞു, നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കെ, ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞുതരും. അങ്ങനെയാണ് 2014 ഒക്ടോബറിൽ ആ ദർശനം ദൈവം എന്നെ 5-ാമത്തെ വർഷത്തിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡിസാസ്റ്റർ ഭയങ്കരമായിരുന്നു. അത് ഇന്നുവരെയും ഉണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ ദേവദാരുവിനെ പോലെ വേരുറച്ചതുകൊണ്ട് ഓരോ ദിവസങ്ങളിലും ഉറച്ചുറച്ച് ഈ 17-18ാമത്തെ വർഷത്തിലേക്ക് നീങ്ങുമ്പോഴേ ഒരിക്കലും എന്നെ തളർത്താൻ പറ്റത്തില്ല. കാരണം കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ അത് നമ്മെ ലജ്ജിപ്പിക്കത്തില്ല. ആ സ്റ്റേജിൽ വന്നാൽ മാത്രമേ ആ ദൈവത്തിൻ്റെ ആ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ പിന്മാറി ഓടിപ്പോകും. സോ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് കണ്ടിരിക്കുന്നത് എന്താണ്? മഞ്ഞു പോലെ ഇരിക്കും നമ്മൾ, താമര പോലെ നമ്മൾ പൂത്ത്. ഒരു പ്രോസസ്സുണ്ട് പൂക്കുന്നതിന്. ലബാൻ വനം പോലെ വേരുന്നു, അത് വനമായി മാറും. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ ലബാനോൻ്റെ വനത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞാൽ, ഈ 800 മുതൽ 1000 വർഷം വരെ ഈ ലബാനോനിലെ മരത്തിന് ജീവിക്കാൻ പറ്റും. അതെപ്പോഴും പച്ചയായി നിൽക്കുന്ന മരങ്ങളായിരിക്കും ആ കാട്, വനം. അത് ഭയങ്കര മണമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, കാറ്റുകൊണ്ട് അത് വളഞ്ഞിട്ട് പിന്നെ അത് നിൽക്കുമ്പോൾ അതിൻ്റെ ആ സ്കിന്നിലൂടെ നല്ല മണമാണ് ആ വനത്തിലേക്ക് പോകുമ്പോൾ. അതിന് ഭയങ്കര ദീർഘായുസ്സാണ്. അത് മലമുകളിലെ ഏത് സാഹചര്യത്തിലും ഏത് ആൾട്ടിറ്റ്യൂഡിലും അതിന് വളരാൻ പറ്റും. ഹല്ലേലൂയ. അവിടെ ഈസി ആയിട്ടുള്ള സോയിലല്ല, മൗണ്ടൻസ് ആണ് അവിടെ. ആ മൗണ്ടൻസിലാണ് ഈ ദേവദാരു നിൽക്കുന്നത്. പ്രിയ ദൈവവേദലേ, നമ്മളോട് ഹൃദയത്തിൽ വ്യക്തിപരമായി ദൈവം ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് പാറക്കെട്ടുകളിലും മലകളിലും ആഴത്തിലും ആമേ വേര് പോകാൻ പറ്റുമെങ്കിൽ ഒരു കാറ്റിനും നിന്നെ വീഴ്ത്താൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് നിന്നെ ഇപ്പോൾ ദൈവം കൊണ്ടുപോയിരിക്കുന്നത്. യെസ് ഓർ നോ? ദീസ് ട്രീസ് ലീവ് ഫോർ സെഞ്ച്വറീസ്. ഹലോ, എന്തിനെ കാണിക്കുന്നറിയാമോ? ഇറ്റ് സിംബലൈസിങ് എൻഡ്യൂറൻസ്. ഒരു സ്ഥിരതയാണ് ദൈവം അതിനെ കാണിക്കുന്നത്. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത അത് നമ്മെ ലജ്ജിപ്പിക്കത്തില്ല. സ്ഥിരത, ഫ്രഗ്രൻസ്, നമ്മുടെ ഇൻഫ്ലുവൻസ്, ലോങ് ലൈഫ്, സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ടൈമിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. സോ ഫോറസ്റ്റ് സ്ട്രെങ്ത് ഇൻ സ്റ്റോംസ്. ഹൈ മൗണ്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ പേടിയാണ്, നമുക്ക് മൗണ്ടൻ കാണുമ്പോൾ പേടിയാണ്. ഇറ്റ്സ് നോട്ട് ഈസി സോയിൽ. ഇത് താഴ്ന്ന നല്ല സ്ഥലത്തിലല്ല നിൽക്കുന്നത്. അതിൻ്റെ വുഡ് ഉണ്ടല്ലോ, ഭയങ്കര വാല്യുബിൾ ആയിരിക്കും. അതാണ് മന്ദിരത്തിന് പോലും ഉപയോഗിച്ചത് പഴയ നിയമത്തിൽ. ഹല്ലേലൂയ. സിഡാർ വെയർ യൂസ്ഡ് ടു ബിൽഡ് ടെമ്പിൾസ് ആൻഡ് പാലസസ്. അതിൻ്റെ കാരണം അതിൻ്റെ സ്ട്രെങ്തും ബ്യൂട്ടിയും ഭയങ്കരമായിരുന്നു. അതൊരു സ്പെഷ്യലാണത്. ആർ യു ദ വൺ? നീ അത് ആകാൻ ആഗ്രഹിക്കുന്നോ? മിണ്ടാതെ ഇരിക്കുക. അപ്പോൾ പ്രവാചകന്മാരുടെ പുറകെ ഓടാതെ. ഹല്ലേലൂയ. ഇത്രമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മരമാണ് സിഡാർ ട്രീ. ഈ ഹോശേയ 14:5 ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്താട്ടെ. ഹി ഷാൽ ടേക്ക് റൂട്ട് ലൈക്ക് ലെബനോൺ. ഹല്ലേലൂയ. ലെബാനോനിലെ ആമേൻ. ഹി ഷാൽ ടേക്ക് റൂട്ട് ലൈക്ക്
ലെബാനോൻ. ഹാലലുയ. സോ ദൈവം നമ്മളോട് പറയുന്നത് സ്ട്രോങ് ലൈക്ക് സിഡാർ, സ്റ്റേബിൾ ഇൻ സ്റ്റോംസ്, ലോങ് ലാസ്റ്റിംഗ്, സ്പിരിച്വലി ഇൻഫ്ലുവൻഷ്യൽ. ഹാലലു. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദേവദാരുവിനെ പോലെ നമുക്ക് ശക്തമായി നിൽക്കാൻ പറ്റണം. ഏത് പ്രയാസത്തിലും നമ്മൾ നിലനിൽക്കണം. നമ്മളിൽ എത്ര നാളായാലും അതിൽ ഫലമുണ്ടാകണം. നമ്മളെലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ആ ഗ്ലോറി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ ആ സ്റ്റെബിലിറ്റിയിൽ നമ്മൾ നിൽക്കണം. അതിനായിട്ട് യോഹന്നാൻ 15 പറഞ്ഞതുപോലെ ആ വൈനിൽ തന്നെ നമ്മൾ ആശ്രയിക്കണം. വൈൻ ലൈഫ് ആൻഡ് സിഡാർ ലൈഫ് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ കണക്റ്റഡ് ആയിരിക്കുമ്പോഴാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അതിനകത്ത് സ്റ്റേബിൾ ആയിരിക്കും, ഡീപ്പായിരിക്കും, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഹല്ലേലൂയ. സോ യോഹന്നാൻ 15 പറയുന്നു ഡിപ്പെൻഡന്റ് ലൈഫ്, കണക്റ്റഡ് ലൈഫ്, ഫ്രൂട്ട് ബെയറിംഗ് ലൈഫ്. സിഡാറിൽ പറയുന്നു സ്റ്റേബിൾ ലൈഫ്, ഡീപ്പ് റൂട്ടഡ് ലൈഫ്, ലോങ് ലാസ്റ്റിംഗ് ലൈഫ്. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. യു ആർ ദ വൺ. സോ വൈൻ ആൻഡ് സിഡാർ കണക്ഷൻ ഫോർ ലൈഫ്, സിഡാർ മെച്യൂരിറ്റി ഓഫ് ദാറ്റ് ലൈഫ്. വൈൻ കണക്ഷൻ ഫോർ ലൈഫ്, സിഡാർ മെച്യൂരിറ്റി ഓഫ് ദാറ്റ് ലൈഫ്. എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുമ്പോഴുള്ള ജീവൻ. ദേവദാരു കാണിക്കുന്നത് ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന ഗ്രോത്ത്, പക്വത, നിന്റെ മെച്യൂരിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. സോ ഇന്നു മുതൽ നമ്മുടെ ഉള്ളത്തിൽ വേണം വിത്തിന് ഒന്ന് വേരുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ബന്ധമുണ്ടാകണം ദൈവവുമായിട്ട്. എത്രമാത്രം ബന്ധമാണോ അത്രമാത്രം വേരെന്ന സിഡാറിനെ പോലെ. അപ്പോഴാണ് നമ്മൾ സ്ഥിരമാകുന്നത്. അപ്പോഴാണ് നമ്മൾ പൂക്കുമ്പോഴാണ് ദൈവത്തിന് പ്രയോജനം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അല്ലാത്ത ഫേക്ക് പൂവായിട്ട് ഒരു കാര്യമില്ല. ഫേക്കിൻ്റെ പൂവിന് ആർട്ടിഫിഷ്യൽ മണമായിരിക്കും, ഒറിജിനൽ പൂവിന് ഒറിജിനൽ മണം. ആർട്ടിഫിഷ്യലും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കുങ്കുമപ്പൂവ്. എല്ലാവരും പ്രഗ്നൻ്റ് ആകുമ്പോൾ വാങ്ങിച്ച് കഴിക്കാന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതുപോലെ ഇരിക്കുന്നത്? നമ്മുടെ കോണിൻ്റെ മേളിലിരിക്കുന്ന നാര് പോലത്തതിന് നല്ല കളറാക്കിയിട്ട്, സ്ട്രോങ് കളറാക്കിയിട്ട് വിൽക്കുകയാണ്. എത്ര കോടിയാണ് അവരുണ്ടാക്കുന്നത്. അതിൻ്റെ ഈ ഒറിജിനലിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ പോലും അറിയത്തില്ല. ഇതുപോലെയാണ്. പക്ഷെ ഒറിജിനൽ എപ്പോഴും ഒറിജിനലായി. ഒറിജിനൽ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ആർട്ടിഫിഷ്യൽ കഴിക്കാൻ പറ്റും, പക്ഷേ ഫ്രൂട്ടിന് അതിൻ്റെ ബെനിഫിറ്റ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റത്തില്ല. സോ ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഈ ഒരു വിത്ത് പോലെയാണ്. മുന്തിരി വള്ളി പോലെ ബന്ധത്തിൽ വളർന്നില്ലെങ്കിൽ, ദേവദാരുവിനെ പോലെ സ്ട്രോങ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സൗരഭ്യ വാസനയാക്കാൻ പറ്റൂ നമ്മളെ. ആമേൻ. സോ ഈ ലെബാനോനിലെ വനങ്ങൾ നമ്മുടെ ആത്മീയമായ പക്വതയാണ് കാണിക്കുന്നത്. ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചെന്ന് വിശ്വസിക്കുന്നു. നമ്മളിൽ ആഴമുള്ള വേരുണ്ടാകട്ടെ. ഏത് പ്രയാസത്തിലും അതിജീവിക്കാൻ ദീർഘായുസ്സുള്ള ഒരു മരം പോലെ നമ്മളായിത്തീരട്ടെ. നമ്മളെ സ്ഥിരതയുണ്ടാകട്ടെ. നമ്മളെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പം നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ലെബാനോനിലെ മഞ്ഞു പോലെയും താമര പോലെയും ലബാനോനിലെ വനം പോലെയും ഞങ്ങൾ വേരൂന്നതിനായി സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. നിന്നോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ഉള്ളത്തിൽ നീ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവ് കൊണ്ട് ജഡത്തെ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഗത്സമനയിൽ യേശു കർത്താവ് അമ്മയെ പ്രാർത്ഥിച്ചതുപോലെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുക്കണമേ എന്ന് പറയുന്ന അത്ര കഷ്ടമൊന്നും ഞങ്ങൾക്ക് നീ തന്നിട്ടില്ല. സഹിക്കാവുന്നതിനപ്പുറം കഷ്ടം ഞങ്ങൾക്ക് തരികയില്ല. അതോടുകൂടെ പോക്ക് വഴിയും തരുന്നൊരു കർത്താവാണെന്നുള്ള വിശ്വാസം എല്ലാവരിലും വ്യാപരിക്കട്ടെ കർത്താവേ. 5 വൻകരകളിലുള്ള ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കള്ളന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേൽ ദൈവഭയം ഉണ്ടാകട്ടെ കർത്താവേ. യഥാർത്ഥമായ ആ വിത്തുകളെ നീ ദിവസങ്ങളിൽ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനാ ജീവിതം വേരുറയ്ക്കട്ടെ. നീയുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. ടേക്ക് ഫുൾ കൺട്രോൾ ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, അതിവിശുദ്ധ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെ ഉള്ളത്തിൽ വീണ വിത്ത് വളരട്ടെ, അത് വേരുറയ്ക്കട്ടെ. അത് ദൈവഹിത പ്രകാരമുള്ള ഒരു ദേവദാരുവായി അതിൽ പൂക്കളുണ്ടായി സൗരഭ്യവാസന ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതിന്ന് തന്നെ അമ്മ തുടങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു. അവർ കീർത്തിയായതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. നെവർ ഗിവ് അപ്പ് മക്കളെ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഗോഡ് ബ്ലെസ് യു.